പ്രിയ മോഹൻ മാം, നിഹാൽ സർ, അവർ കാലിക്കറ്റ് കണ്ടക്ട് ചെയ്ത ഫസ്റ്റ് എക്സിബിഷൻ ആയിരുന്നു. അതിൽ നമുക്കൊരു എൻട്രി കിട്ടി, നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷേ അതിൽ നമുക്ക് ഒരു 1 ഡേയിൽ ഒരു 80,000 സെയിൽ വന്നു. നമ്മൾ ചെയ്യുന്നത് 0 to 6 years വരെയുള്ള ഗേൾസിൻ്റെ ക്ലോത്തിങ് ആണ്, കംഫർട്ടബിൾ ക്ലോത്തിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ലിനൻ, കോട്ടൺ, കോഡ്രോയ് ഇങ്ങനത്തെ മെറ്റീരിയൽസിൽ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടിക്ക് അലർജി ഇഷ്യൂസ് ഒന്നും വരാത്ത, അതിൽ തന്നെ പാർട്ടി വെയറും ഡിസൈനർ വെയറും കാഷ്വൽ വെയർസൊക്കെയാണ്. ഹാൻഡ് സ്മോക്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. പിന്നെ വേറൊന്ന് സെക്ഷൻ വരുന്നത് ഹാൻഡ് ക്രോഷേ ഡ്രസ്സുകളാണ് വരുന്നത്. രണ്ടും ഹാൻഡ് മെയ്ഡ് ഡ്രസ്സസാണ്. ഒരു വിൻറ്റേജ് ടൈപ്പിലുള്ള ഡ്രസ്സുകളാണ് അധികം ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര വലുതായിരുന്നു. കാരണം പുള്ളി എനിക്ക് ഭയങ്കര ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും എവിടെ പോകണമെങ്കിലും ഒക്കെ എല്ലാത്തിനും യെസ് ആയിരുന്നു പറയൽ. പല ടാലൻ്റ് ഉണ്ടായിട്ടും വീട്ടിൽ നിന്നുള്ള റെസ്ട്രിക്ഷൻ ഒക്കെ ഉള്ളത് കാരണം അവർക്ക് പലതും ചെയ്യാൻ പറ്റാനില്ല, വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാത്തത്. ടേണിംഗ് പോയിൻറ്റിൻ്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തൻ്റെ 2 വയസ്സായ മകൾക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നു. ആ ഡ്രസ്സ് കണ്ടിട്ട് ഒത്തിരി ഓർഡറുകൾ വരുന്നു. അവിടെ നിന്നാണ് ഒരു ബ്രാൻഡ് ജനിക്കുന്നത്, ചിയ എന്ന ബ്രാൻഡ്. ചിയ എന്ന ബ്രാൻഡിൻ്റെ സാരഥിയായിട്ടുള്ള അശ്വതിയാണെന്ന് ടേണിംഗ് പോയിൻറ്റിൽ അതിഥിയായിത്തിരിക്കുന്നത്. വെൽക്കം ടു ടേണിംഗ് പോയിൻറ്റ്. താങ്ക് യു. അശ്വതി, തൻ്റെ 2 വയസ്സായ മകൾക്ക് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു രംഗത്തേക്ക് നമ്മൾ ചൂടുവെക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അശ്വതിയുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് വരുന്നത് കാലിക്കറ്റാണ്, കാലിക്കറ്റ് കുതിരവട്ടം. പഠിച്ചതൊക്കെ? ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. MBA HR കഴിഞ്ഞു, പ്ലസ് PGDBM ഓപ്പറേഷൻസ്. പിന്നീട് ജോലി എന്തെങ്കിലും ചെയ്തായിരുന്നു? ഞാൻ വർക്ക് ചെയ്തത് കംപ്ലീറ്റ്ലി HR സെക്ടറിലാണ്. ലാസ്റ്റ് വർക്ക് ചെയ്തത് മെക്കിഫെ ആൻറ്റിവൈറസിൽ സീനിയർ സോഴ്സിങ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു, അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട്. കാലിക്കറ്റിൽ തന്നെ എൻ്റെ സ്വന്തമായിട്ടൊരു HRൻ്റെ ഫേം സ്റ്റാർട്ട് ചെയ്തു. അതൊരു 4 years റൺ ചെയ്തു. നമ്മൾ മെയിൻലി ഹയർ ചെയ്തത് BFSI സെക്ടേഴ്സ് ആയിരുന്നു, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. അപ്പം അതിൽ വരുന്നൊരു ഇഷ്യൂ, നമുക്കൊരു പോയിന്റ് കഴിഞ്ഞാൽ ഈ കമ്പനീസിന് ഫ്രീസിങ് വരും. ഈ ഫ്രീസിങ് ടൈമിൽ നമുക്ക് ഹയറിങ് ഉണ്ടാവില്ല. നമുക്ക് അത്രയും സ്റ്റാഫും ഉണ്ട്, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ അത് വൈൻഡപ്പ് ചെയ്തു. വേണ്ടാന്ന് വെച്ചതായിരുന്നു, കാരണം നമുക്ക് ആ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ അത് വൈൻഡപ്പ് ചെയ്തു. ആ ഒരു ഫേം എത്ര കാലം നമ്മൾ നടത്തുകയുണ്ടായി? അതൊരു 4 years റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 years റൺ ചെയ്തു. 4 years റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു ഫേം, അപ്പോൾ അത് നമ്മളത് പൂട്ടുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയായിരുന്നു. അതെ. അപ്പോൾ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? ഞാൻ MBA കഴിഞ്ഞ സമയത്ത് തന്നെ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, ജോലിക്ക് പോയില്ലേ, ജോലി കിട്ടിയില്ലേ, ജോലി ശരിയായിട്ടില്ലേ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് എനിക്ക് ഒരു എൻട്രി കിട്ടിയത്. അത് കഴിഞ്ഞ് ഓഫീസ് പൂട്ടിയ സമയത്തും ഇതേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓഫീസ് പൂട്ടിപ്പോയില്ലേ, എന്തുകൊണ്ട് പൂട്ടി, പിന്നെ നഷ്ടമായിരുന്നു അല്ലേ, ഇങ്ങനെ ഭയങ്കര ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ആ HR സെക്ടറിൽ തന്നെ വേറൊരു ഫേം പാർട്ട്ണർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഹയറിങ് സെക്ഷൻ കംപ്ലീറ്റ്ലി ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായത്. ആ സമയത്തായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയത്. പ്രഗ്നൻസി റിലേറ്റഡ് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി ബെഡ് റെസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. പിന്നെ അതും അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ആദ്യം സ്വന്തമായിട്ടൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നീട് നമ്മളൊരു പാർട്ട്ണർഷിപ്പിൽ ആരംഭിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു അന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ടാണ് നമ്മളത് നിർത്തേണ്ടി വന്നത്. അതെ. പിന്നീട് എങ്ങനെയാണ് ചിയ എന്ന ബ്രാൻഡിലേക്ക് അല്ലെങ്കിൽ ചിയയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ അല്ലായിരുന്നു, ഹസ്ബൻഡ് സിംഗപ്പൂരായിരുന്നു. കംപ്ലീറ്റ്ലി ബെഡ് റെസ്റ്റും ആയിരുന്നു. പിന്നെ പുറത്ത് പോകാനൊന്നും ഒരു വഴിയില്ലായിരുന്നു, കാരണം ഹസ്ബൻഡ് വീട്ടിലില്ലായിരുന്നു. ആ സമയത്താണ് മോക്ക് വേണ്ടിയിട്ട് ഈ റാപ്പിംഗ് ക്ലോത്ത് നിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ നിറ്റ് ചെയ്ത് കുറേ ഷീറ്റ്സ് അങ്ങനെ നിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിൽ പിങ്ക് ഗേളിനും ബ്ലൂ ബോയ്ക്കും അല്ലേ, അപ്പം അതല്ലാത്ത കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സായിരുന്നു. അങ്ങനെ കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടം വന്നു. കളേഴ്സ് സെർച്ച് ചെയ്യുക,
കളർ കോമ്പിനേഷൻസ് നോക്കുക, അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമായിട്ട് മാറി. നമ്മൾ കാണാത്ത കളേഴ്സ് അതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യും, ഓൺലൈനിൽ സെർച്ച് ചെയ്യും, ആ ത്രെഡ് മേടിക്കും. ഈ ഷീറ്റ്സിൻ്റെ അറ്റം കംപ്ലീറ്റ് ഹാൻഡ് നീറ്റിങ് ചെയ്യുമായിരുന്നു. ആ ഷീറ്റ്സ് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ മോളെ ഡെലിവറി കഴിഞ്ഞ് കാണാൻ വരുന്ന ഒരുപാട് പേര് ഇത് ആര് ചെയ്തതാ, എങ്ങനെ ചെയ്തതാ, അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ നമുക്കത് നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു സംഭവം നമ്മൾ ഉടലെടുത്തിരുന്നു, അതുകൊണ്ടിട്ടായിരിക്കാം. ഒരു ക്ലോത്തിങ് ഫീൽഡിലേക്ക് ഞാൻ വരുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോലുമില്ല. കാരണം എനിക്ക് ഡ്രസ്സിങ് സെൻസ് വളരെ കുറവാണെന്നാണ് എല്ലാവരും പറയാറ്. ഞാൻ എടുക്കുന്ന ഡ്രസ്സുകളൊന്നും വളരെ മോശമാണെന്നൊക്കെയാണ് കമൻറ്റ് വരാറ്. അപ്പം ഒരിക്കലും ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത് എന്തോ ഒരു ദൈവയോഗം പോലെ വന്നു പോയതാണ്. നടക്കുന്ന ഏജ് ആകുമ്പോഴാണല്ലോ നമുക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് ഇടുമ്പോൾ ഭംഗി വരിക. മോക്ക് വേണ്ടിയിട്ട് ഡ്രസ്സുകൾ ഇങ്ങനെ ഒരു ലോക്കലി ഒരു ടൈലർ ഉണ്ടായിരുന്നു, പുള്ളീനെ കൊണ്ട് ഞാൻ ഡിസൈൻ ചെയ്യും, പുള്ളീനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കും. ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത് പേര് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാന്നുള്ള പേരിനൊരു എന്ത് പേരിടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. ശരിക്കും എന്താണ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി എൻ്റെ മോക്കൊരു ഡക്ലിങ് ഉണ്ടായിരുന്നു. അവളെ കൂടെ മാത്രമേ അത് നടക്കുള്ളായിരുന്നു. അവള് കൊടുത്താലേ അത് ഭക്ഷണം കഴിക്കുള്ളൂ. ഭയങ്കര അതൊരു ആ ഡക്ലിങ്ങും ഒരു ബേബിയല്ലേ, അതിനൊരു പേരില്ലായിരുന്നു, അതും സിംഗിളായിരുന്നു. അങ്ങനെ അതിനെ അവൾ വിളിക്കുന്ന പേരായിരുന്നു ജിയാന്ന്. നമ്മൾ വീട്ടിൽ വളർത്തിയിരുന്ന കോവിഡ് ടൈമിൽ അവൾക്ക് മേടിച്ചു കൊടുത്ത ഒരു ഡക്ലിങ് ആയിരുന്നു അത്. അങ്ങനെ അവൾ അതിനെ ചെയ്യാന്നാണ് വിളിക്കുക. അപ്പം ആ ചെയ്യാന്ന് പേരിട്ടു. പിന്നെ ആ ഡക്ലിങ്ങിൻ്റെ ലോഗോ ആണ് നമ്മളെ ചീയൻ്റെ ലോഗോൻ്റെ മേലുള്ളത്. പിന്നെ ചീയ നമ്മളൊരു പേജായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇത് എങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് എന്ന മോഡലിലേക്ക് എത്തിച്ചത്? പേജ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, അല്ലാതെ അതൊരു ബിസിനസ്സാണ് ബിസിനസ്സിലേക്ക് വരണം എന്ന്, അതൊരു ക്ലോത്തിങ് ബ്രാൻഡ് ആക്കണം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. വെറുതെ ചെയ്യാന്ന് പേരിട്ടു. ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സ് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഓരോ ഒക്കേഷൻസിന് പോകില്ലേ, വെഡിങ് അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെയൊക്കെ പോണ സമയത്ത് മോളിടുന്ന ഡ്രസ്സ് അതിൽ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്ന അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ നമ്മൾ മാർക്കറ്റിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. വെറുതെ അവളിടുന്ന ഡെയിലി ഡ്രസ്സുകൾ, അവൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവളെ പിക്ചർ എടുക്കുന്നത് നമ്മളതിൽ പോസ്റ്റ് ചെയ്യുന്നു വെറുതെ. അതൊരു ടൈം പാസ് പോലെ ചെയ്തതാണ്. പിന്നെ കുറേ ഡ്രസ്സുകൾ ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു ഒരു എക്സിബിഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ പല പല ഡിസൈൻസിലും പല പാറ്റേൺസിലും ചെയ്തു. അങ്ങനെ കാലിക്കറ്റിലൊരു എക്സിബിഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്തു. ഒരു ബ്രാൻഡിങ് പോലെ ആവാൻ വേണ്ടിയിട്ട് അതെ, നമ്മളെ ലൈഫിലെ ഫസ്റ്റ് എക്സിബിഷൻ. ആ ഫസ്റ്റ് എക്സിബിഷൻ ഒരു ബ്രേക്ക് ഈവൻ ആയിരുന്നു. പ്രോഫിറ്റബിൾ എന്ന് പറയാനില്ല, ഇറ്റ് വാസ് ബ്രേക്ക് ഈവൻ വൺ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അടുത്തൊരു എക്സിബിഷൻ വന്നു, അതും ബ്രേക്ക് ഈവൻ തന്നെയായിരുന്നു. എല്ലാം കാലിക്കറ്റാണ്. പിന്നെ തേർഡ് വൺ ഒരു ഹാപ്പി ഫാമിലി, പ്രിയ മോഹൻ മാം, നിഹാൽ സർ, അവർ കാലിക്കറ്റ് കണ്ടക്ട് ചെയ്ത ഫസ്റ്റ് എക്സിബിഷൻ ആയിരുന്നു. അതിൽ നമുക്കൊരു എൻട്രി കിട്ടി, നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷേ അതിൽ നമുക്ക് ഒരു വൺ ഡേയിൽ ഒരു 80,000 സെയിൽ വന്നു. ആക്ച്വലി നമ്മൾ എക്സിബിഷൻ ചെയ്യുന്ന സമയത്തൊക്കെ, ഫസ്റ്റും സെക്കൻഡും എക്സിബിഷൻ ചെയ്ത സമയത്തൊക്കെ നമ്മളെ കസിൻസ്, നമ്മളെ ഫ്രണ്ട്സ്, നമ്മളറിയുന്നവരെയൊക്കെ വിളിക്കും, ഞാനിങ്ങനെ എക്സിബിഷൻ ചെയ്യുന്നുണ്ട്, കാണാൻ വരണം. അവർ വരും. അപ്പം അവർ വിചാരിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മേടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് മേടിച്ച് പോയതായിരുന്നു. അപ്പോൾ എല്ലാ എക്സിബിഷൻസിനും നമുക്കങ്ങനെ എല്ലാവരെയും വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ തേർഡ് എക്സിബിഷന് ഞാൻ ആരെയും വിളിച്ചില്ല, ഒക്കെ ഔട്ട്സൈഡ് ക്രൗഡായിരുന്നു. അങ്ങനെ ആ എക്സിബിഷൻ ശരിക്കും ഭയങ്കര സക്സസ്ഫുള്ളായിരുന്നു. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞ് അവരുടെ തന്നെ ഒരു എക്സിബിഷൻ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിയിൽ വന്നപ്പം കൊച്ചിയിലും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി നമ്മളെ പ്രോഡക്റ്റ്സിന് മാർക്കറ്റ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന ഡ്രസ്സുകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഈ വാങ്ങിപ്പോയ ആൾക്കാർ അവർക്ക് റെഫറൻസസ് കൊടുക്കുന്നുണ്ട്, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ. അവരുടെ റെഫറൻസസിൽ ഒരുപാട് ഓർഡേഴ്സ് വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഒരു നമുക്ക് ചീയക്ക് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ടൊരു സ്പേസ് എടുക്കുന്നത് നമ്മൾ കൊച്ചിയിലൊരു ഹാപ്പി സ്റ്റോറിലായിരുന്നു. എൻ്റെ ഫസ്റ്റ് കൗണ്ടർ അവിടെയാണ് വന്നത്. കുഴപ്പമില്ല, നല്ല സെയിലുണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
അവിടുന്ന് പിന്നെയാണ് അങ്ങോട്ടേക്കുള്ള കൗണ്ടേഴ്സ് ഫുൾ എടുക്കാൻ തുടങ്ങിയത്. പല പല പ്രപ്പോസൽസ് വന്നു, അങ്ങനെ ഓരോ കൗണ്ടേഴ്സ് അങ്ങനെ എടുത്തു പോയി. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് എത്ര കൗണ്ടേഴ്സ് ഉണ്ട്? 10 കൗണ്ടേഴ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ. കൊച്ചിയിലുണ്ട്, തിരുവല്ല, തൊടുപുഴ, തൃശ്ശൂർ, അങ്കമാലി. ഇനി 2 കൗണ്ടേഴ്സും കൂടി ഓപ്പണിംഗ് ഉണ്ട്. ഇപ്പോൾ ചിയയുടെ പ്രോഡക്റ്റുകൾ ശരിക്കും ആർക്ക് വേണ്ടിയുള്ളതാണോ? നമ്മൾ ചെയ്യുന്നത് 0 to 6 ഇയേഴ്സ് വരെയുള്ള ഗേൾസിൻ്റെ ക്ലോത്തിങ് ആണ്. കംഫർട്ടബിൾ ക്ലോത്തിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ലിനൻ, കോട്ടൺ, കോഡ്രോയ് ഇങ്ങനത്തെ മെറ്റീരിയൽസിൽ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടിക്ക് അലർജി ഇഷ്യൂസ് ഒന്നും വരാത്ത, അതിൽ തന്നെ പാർട്ടി വെയറും ഡിസൈനർ വെയറും കാഷ്വൽ വെയർസ് ഒക്കെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. അശ്വതിയുടെ ചിയ എന്ന ബ്രാൻഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആക്ച്വലി നമ്മൾ ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ആൻഡ് സർവീസ് നമ്മൾ ഒരു കാരണം കൊണ്ടും അതിലൊരു കോംപ്രമൈസ് ചെയ്യാറില്ല. നമ്മൾ ആ ഏജിലുള്ള കുട്ടികൾക്കുള്ള പ്രോഡക്ട്സ് ഇതിലും വില കുറഞ്ഞിട്ട് നമുക്ക് ചിലപ്പം കിട്ടാനുണ്ടാവും മാർക്കറ്റിൽ. പക്ഷേ അവിടെ നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ ക്വാളിറ്റി ഒന്നും കോംപ്രമൈസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസൊക്കെ നമ്മൾ തന്നെ പോയി ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ്. അപ്പം അത്രയും മെഷുവറായിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ചൂസ് ചെയ്യാറ്. പിന്നെ നമ്മൾ മെയിൻലി നമ്മളെ ഫോക്കസ് ചെയ്യുന്നത്, നമ്മളെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഹാൻഡ് സ്മോക്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. പിന്നെ വേറൊന്ന് സെക്ഷൻ വരുന്നത് ഹാൻഡ് ക്രോഷേ ഡ്രസ്സുകളാണ് വരുന്നത്. രണ്ടും ഹാൻഡ് മെയ്ഡ് ഡ്രസ്സസ് ആണ്. നമ്മൾക്ക് കാഷ്വൽ ഡ്രസ്സസ് പോലെയല്ല, നമ്മളൊരു വിൻറ്റേജ് ടൈപ്പിലുള്ള ഡ്രസ്സുകളാണ് അധികം ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു ക്രോഷ്യ ഡ്രസ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ നീറ്റ് ചെയ്ത് വരുമ്പം നമ്മളത് ക്രോഷ്യ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കത് 3-4 ഡേയ്സ് പിടിക്കും. നമ്മൾ സമയമെടുത്ത് ആ ഒരു പാറ്റേണിലാക്കി വരുമ്പം അപ്പം അതിൻ്റെ പ്രൈസ് നമ്മൾ ആ പ്രോഡക്റ്റിന് ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് കോട്ടൺ യാൺസ് ആണ്. ഇതിൻ്റെ റിപ്ലിക്ക വൂളൻ ത്രെഡ്സും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷേ പ്രോഡക്റ്റ് കാണുമ്പം രണ്ടും ഒരുപോലെ ഇരിക്കും. അപ്പം വിചാരിക്കും ഇത് എക്സ്പെൻസീവ് ആണല്ലോ, മറ്റേത് അത്ര ഇതിൻ്റെ ഹാഫ് ദ കോസ്റ്റേ ഉള്ളൂ. പക്ഷേ ആ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് നമുക്കത് പിടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഉച്ചയ്ക്ക് ഇപ്പോൾ 10 ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ അതിൽ കൂടി തന്നെ നമുക്ക് ഓൾ ടുഗദർ നമുക്ക് നല്ലൊരു സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മുടെ പേജ് വഴി കണ്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചിയയുടെ പ്രോഡക്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അത് കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിലുടനീളം ഉള്ള ആൾക്കാർക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കുന്നത്? നമ്മളിപ്പോൾ മെയിൻലി സെയിൽ നടന്നുകൊണ്ട് നിൽക്കുന്ന നമ്മൾ ഈ സ്റ്റോഴ്സ് വഴിയാണ്. ഈ സ്റ്റോഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്ത ആളുകൾ എന്തായാലും 1-2 റെഫറൻസ് അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ ഇവിടുന്ന് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നോ, അപ്പം നമുക്ക് അതുപോലെ ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ ആണ് മെയിൻലി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ വാട്സപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി മെസ്സേജസ് വരും. അപ്പം നമുക്ക് പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ വലിയൊരു ഇഷ്യൂ അല്ല. ഇപ്പം നമ്മുടെ ഈ ഷോപ്പിൽ കൂടി അല്ലാതെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ കൊറിയർ അയച്ച് എത്തിച്ചു കൊടുക്കും. അതെ നമ്മൾ എടുത്തു കൊടുക്കും. ഇപ്പോൾ ഒരു HR മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ബിസിനസ് തുടങ്ങുക, അത് സക്സസ്ഫുൾ ആക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ അശ്വതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 10 ബ്രാഞ്ചുകളായി. ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മൾ നേരിട്ട വെല്ലുവിളികൾ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വഴിത്താരയിലുണ്ടായ പ്രതിസന്ധികൾ അതെന്തൊക്കെയായിരുന്നു? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ കയ്യിൽ വലിയൊരു ഫണ്ട് വെച്ചിട്ടൊന്നുമല്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പോക്കറ്റ് മണി യൂസ് ചെയ്തിട്ട് മോക്ക് വേണ്ടിയിട്ട് ഡ്രസ്സുകൾ, അതൊരു ക്രേസ് ആയിരുന്നു അവൾക്ക് വേണ്ടി ഡ്രസ്സുകൾ ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് വന്നതാണ്. ഐദർ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്നോ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നോ ഞാൻ ഇന്ന് വരെ ഒരു പൈസയും മേടിച്ചിട്ടില്ല. ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇനീഷ്യൽ എക്സിബിഷൻസിൽ പുള്ളി വന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നു. അത് ആദ്യത്തെ എക്സിബിഷനിൽ മാത്രം. അതവിടെ കഴിഞ്ഞു. പിന്നെ പുള്ളി പറയും വന്ന് എല്ലാം സെറ്റ് ചെയ്ത് തരും, സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് തരും. പിന്നെ എനിക്കൊരു സപ്പോർട്ടൊന്നും അവിടെ കിട്ടിയില്ല. അപ്പോൾ പുള്ളി പറയും സ്വന്തം പഠിക്കണം എന്ന് പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ബാക്കി എല്ലാവരുടെ കാര്യത്തിനും പോകും. എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി എന്നോട് പറയും എപ്പോഴും, നമ്മൾ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യരുത്, നമ്മൾ മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം എന്ന് എപ്പോഴും പറയായിരുന്നു. നമ്മളെപ്പോഴും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് വരില്ല എന്ന് പറയുന്നു. പുള്ളി ആ പറഞ്ഞ സംഭവങ്ങൾ അന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ 4 ഇയേഴ്സ് ഇപ്പുറം
പുള്ളി പറഞ്ഞത് വളരെ ശരിയായിരുന്നു. കാരണം അതെ അതെ പുള്ളി ഇവിടെ അല്ല, അപ്പോൾ പുള്ളി ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പം എനിക്ക് ഓരോ സ്റ്റോഴ്സിൽ പോകാനും നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ട്രാവൽ ചെയ്യാനും അതൊന്നും ഒരു പ്രശ്നമല്ലാതെ, കാരണം നമ്മൾ ഇൻഡിപെൻഡൻ്റായി മാറിയും നിൽക്കുകയാണ്. എല്ലാം ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുമാതിരിയെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ മെൻ്റലി നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. നമ്മളെ കുറ്റം പറയാനും നമ്മളെ ജഡ്ജ് ചെയ്യാനും നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എല്ലാവരും ആൾക്കാരൊക്കെ പറയും. പക്ഷേ നമുക്ക് എന്താ പറയുക, നമ്മൾ ചെയ്യാത്ത ഒരു 1% മാത്രമേ ആൾക്കാർ കാണുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഒരു 99% അവർ കാണില്ല. നമ്മളെ പാട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ദൈവം കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. ശരിക്കും ഇപ്പോൾ 10ഓളം ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ തന്നെ അത്യാവശ്യം നല്ല സെയിൽ കിടക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ പേജിലൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എത്തിക്കുക അല്ലെങ്കിൽ കൊടുക്കുക, പ്രോഡക്റ്റ് നിർമ്മിക്കുക. അപ്പോൾ ഇത് അശ്വതി ഒറ്റയ്ക്കാണോ? അശ്വതിയുടെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ടീം എപ്പോഴും നമ്മളെ കൂടെ വേണം. നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത് അവരെ സപ്പോർട്ടും കൂടിയാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല ഗ്രോ ചെയ്യുന്നത്. നമ്മൾ ഒരു ടീം വർക്കാണ് ആക്ച്വലി. ഒരു സക്സസ്, ഒരു ബ്രാൻഡിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് അത് സക്സസ്ഫുൾ ആവണമെന്നില്ല. അതിൻ്റെ ബാക്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളെ യൂണിറ്റിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് നൂല് മേടിച്ച് കൊണ്ടു തരുന്ന ഒരു ചേട്ടൻ പോലും അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളെ വർക്ക് ഒന്ന് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ലെവലിൽ മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ പറ്റുന്ന ഒരാൾ നമുക്ക് എന്തായാലും നമുക്ക് വേണം. ഇപ്പോൾ 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അശ്വതി തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വതിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ചിയയുടെ ഒരു ജേണിയിലെ മേജർ ടേണിംഗ് പോയിന്റുകൾ എന്തൊക്കെയാണ്? നമ്മളെ ലൈഫിൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മളെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ലെവലിൽ നിന്നാൽ പോരാ, അതിൽ കുറച്ചുകൂടി മേലോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ക്ലോസ് ആയിട്ടുള്ള 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അവർ കാരണമാണ് എനിക്ക് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഒരു തോട്ടൊക്കെ എൻ്റെ മനസ്സിൽ വന്നത്. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര വലുതായിരുന്നു. കാരണം പുള്ളി എനിക്ക് ഭയങ്കര ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും എവിടെ പോകണമെങ്കിലും ഒക്കെ എല്ലാത്തിനും യെസ് ആയിരുന്നു പറയൽ. പുള്ളിയുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇപ്പം ഇവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം പുള്ളി നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഇതേപോലെ ഒരു സപ്പോർട്ടിങ് ഹസ്ബൻഡ് ഇല്ലാത്തതാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കുറേ വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ ചാൻസസ് മിസ്സാവുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് പേരുണ്ട്. പല ടാലൻ്റ് ഉണ്ടായിട്ടും വീട്ടിൽ നിന്നുള്ള റെസ്ട്രിക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ടും അവർക്ക് പലതും ചെയ്യാൻ പറ്റാനില്ല, വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടും. എനിക്ക് വീട്ടിലെ വയസ്സ് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചിയ പറയുന്ന ബ്രാൻഡ് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒരു 2-3 വർഷം കൊണ്ടോ ഒന്നും ആയതല്ല. അതിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. തുണി മേടിക്കാൻ കാശില്ലാതെ നിന്നിട്ടുണ്ട് ഞാൻ. കാരണം ഹസ്ബൻഡിൻ്റെയും അമ്മയുടെയും സപ്പോർട്ട് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് ഓർഡേഴ്സ് വന്ന സമയത്ത് ചിലപ്പം പല ബുദ്ധിമുട്ട് കൊണ്ടും ഓർഡേഴ്സ് വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട് കുറേ സിറ്റുവേഷനിൽ. ഇപ്പോൾ നമുക്ക് ചിയയുടെ പ്രോഡക്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് ബൾക്കായിട്ട് മേടിക്കാനുള്ള ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ റീസെൻ്റ്ലി നമ്മളൊരു ഓർഡർ പ്രോസസ്സിങ്ങിലാണ്. നമ്മൾ ഒരു ക്ലയൻറ്റ് US-ലുള്ള ക്ലയൻറ്റാണ്. നമുക്ക് അവർക്ക് ചിയയുടെ ബ്രാൻഡ് തന്നെ അവിടെ റീസെൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ചിയയുടെ പ്രോഡക്ട്സ് എടുത്ത് അവിടെ റീസെൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് ചെയ്യുന്നുണ്ട്. നമുക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത് 100 പീസസ് ആണ്. നമ്മൾ ആർക്ക് വേണമെങ്കിലും അക്രോസ് ദ ഗ്ലോബ് നമ്മൾ അത് ഷിപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് മെയിൻലി ഓർഡറുകൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? നമ്മുടെ ക്ലയൻറ്റുകൾ എവിടെയൊക്കെ ഉണ്ട്? ഇപ്പോൾ നമുക്ക് ഓൾ ഓവർ ദ വേൾഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് മെയിൻലി നമ്മളെ ക്ലയൻസൊക്കെ ഔട്ട്സൈഡ് ഇന്ത്യ ആണ് ഉള്ളത്. US, ജർമ്മനി, കാനഡ ഒക്കെ എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അവരൊക്കെ ഐദർ നമുക്ക് ഓൺലൈനിൽ ഓർഡർ തന്ന് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ആരെങ്കിലും പോണ സമയത്ത്
അവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. ബൾക്കായിട്ടാണ് കളക്ട് ചെയ്യുന്നത്? ബൾക്കായിട്ടാണ് കളക്ട് ചെയ്യുക. അവർ മേടിച്ച് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ കൊറിയർ ഫെസിലിറ്റി ഉണ്ട്, നമ്മളത് കൊറിയർ ചെയ്ത് കൊടുക്കും. പിന്നെ അടുത്തൊരു 5 വർഷം നോക്കുകയാണെങ്കിൽ ചിയയുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഓണായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. കൊച്ചി തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതിൽ നമ്മളിപ്പം സ്പെഷ്യലൈസ് ചെയ്യുന്നത് 0 to 6 ഇയേഴ്സിൻ്റെ ഗേൾസിൻ്റെ ക്ലോത്തിങ് ആണ്. അതേപോലെ ബോയ്സിന് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഇല്ല എന്ന് പറഞ്ഞ് കുറേ അമ്മമാർ മെസ്സേജ് ചെയ്യാറുണ്ട്. നമുക്ക് ഡിസൈനറായിട്ടുള്ള ബോയ്സിൻ്റെ ഡ്രസ്സുകൾ കിട്ടുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച കളേഴ്സ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബോയ്സിൻ്റെ ഒരു ഓപ്ഷൻ മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ചിയയുടെ തന്നെ സൽവാസിൻ്റെ ബ്രാൻഡും പ്ലസ് മെറ്റേണിറ്റിയും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വൈകാതെ വരും. അതെ. HR മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്, ഇപ്പോൾ ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എങ്ങനെയുണ്ട്? ജോലി എന്ന് പറയുന്നത് നമുക്ക് ഫ്ലെക്സിബിൾ ആവില്ല. നമുക്കൊരു വർക്കിംഗ് ഹവേഴ്സ് ഉണ്ട്, 9 to 5 അല്ലെങ്കിൽ നമ്മൾ ഷിഫ്റ്റുള്ള ആ ഒരു ടൈം. ബിസിനസ് പറയുന്നത് നമ്മൾ ഫ്ലെക്സിബിളാണ്. ജോബ് എന്ന് പറഞ്ഞാൽ സേഫാണ്. നമുക്ക് മന്ത് എൻഡിൽ നമുക്ക് സാലറി കിട്ടും, അത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സംഭവം. ബിസിനസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം നമുക്ക് ആ മന്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊന്നും അറിയില്ല. പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലോസ് ആണെങ്കിൽ നമ്മളത് ബെയർ ചെയ്യണം. നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് കാശ് കൊടുക്കേണ്ടി വരും. എപ്പോഴും ബിസിനസ്സിൽ റിസ്ക് ഉണ്ട്. റിസ്ക് എടുക്കാൻ റെഡി ആയാലേ നമ്മൾ സക്സസ്ഫുൾ ആവുള്ളൂ. നമ്മൾ കാശില്ലാത്ത സമയത്തും നമ്മളത് പിടിച്ച് നിൽക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതെപ്പോഴെങ്കിലും ശരിയാവും. എന്താ പറയുക, നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ സക്സസ്സിലേക്ക് എത്താനുള്ള ഒരു ജേർണി, അത് ഏറ്റവും നല്ല ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അപ്പം നമ്മൾ ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള വഴി കൂടി നടന്നു വന്നാൽ മാത്രമേ നമ്മൾ സക്സസ്സിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും നമ്മൾ ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. 2 വയസ്സുള്ള മകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് ഡിസൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോൾക്ക് 6 വയസ്സായിട്ടുണ്ടാവും. അതെ. എവിടെയാണ് പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോള് ലക്ഷ്മി കാലിക്കറ്റ് ദേവഗിരി CMI പബ്ലിക് സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. ഇനീഷ്യലി എൻ്റെ ചിയയുടെ സ്റ്റാർട്ടിങ്ങിൽ അവളായിരുന്നു എൻ്റെ മോഡലായിട്ട് നിന്നത്. എൻ്റെ റീൽസൊക്കെ ഞാൻ അവളെ വെച്ചിട്ടാണ് ചെയ്തത്. ഇപ്പോൾ അവൾക്ക് അത് തീരെ ഇഷ്ടമല്ല. ഇപ്പോൾ അവൾ ക്യാമറ കാണുമ്പോൾ എനിക്ക് വേണ്ടെന്ന് പറയും. അവളൊരു റീല് കണ്ടിട്ട് അവളെ KGൻ്റെ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, മിസ്സസ് ജയ മാം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ഫാഷൻ കോൺടെസ്റ്റ്, ഒരു ഫാഷൻ ഷോ വരുന്നുണ്ട്, ലക്ഷ്മി ക്യാൻ പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി നമ്മളെ ഡ്രസ്സുകൾ ചെയ്തു പോകണമെന്നല്ലാതെ നമുക്ക് ഈ ഇങ്ങനെയൊരു കോമ്പറ്റീഷന് പോണതൊന്നും നമുക്ക് എങ്ങനത്തെ ഡ്രസ്സ് ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് അന്ന് ഫസ്റ്റ് റാമ്പ് വാക്ക് ആയിരുന്നു. അവൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ അന്ന് ഡിസൈൻ ചെയ്തു. അതിന് കുറേ അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവളെ ഡ്രസ്സ്, അവളെ കളർ കോമ്പിനേഷൻസ് ഒക്കെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. 2025 കൊച്ചിയിൽ വെച്ചിട്ട് തന്നെ മിസ് കേരള ജൂനിയർ ഉണ്ടായിരുന്നു. അവളായിരുന്നു അതിൻ്റെ ടൈറ്റിൽ വിന്നർ. പ്ലസ് സബ് കാറ്റഗറി വിന്നറും ആയിരുന്നു, മിസ് ഫോട്ടോജനിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ മോഡലിംഗ് ചെയ്യുന്നുണ്ടോ മോളിപ്പോൾ? മോള് മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹാൻഡ് സ്മോക്ക് അതുപോലെ ഹാൻഡ് ക്രോഷയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ ഡ്രസ്സുകളുടെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഇതിപ്പോൾ ബൾക്കായിട്ട് ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഹാൻഡ് സ്മോക്ക് ഡ്രസ്സുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂം ചെയ്യും. നമുക്കത് പിന്നെ അതൊരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് വരണമെങ്കിൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അതേപോലെ ഹാൻഡ് ക്രോഷ്യം ടൈം കൺസ്യൂമിങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം നോർമലി ഒരു ഡ്രസ്സ് ഒരു ദിവസം 2-3 അടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ സ്മോക്ക് ചെയ്ത ഡ്രസ്സ് ചിലപ്പം 3 ദിവസം കൂടുമ്പോൾ ഒരു ഡ്രസ്സാവുള്ളൂ. ക്രോഷ്യൻ്റെ ഡ്രസ്സാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ ബൾക്കായിട്ട് കൊടുക്കും, റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. പക്ഷേ അതിൻ്റെതായ ഒരു ടൈം ഡിലേ അതിൽ വരും. HR മേഖലയിൽ നിന്ന് ഇപ്പോൾ ബിസിനസ്സിലേക്ക് എത്തി ഇപ്പോൾ 10ഓളം ഔട്ട്ലെറ്റുകളായിട്ടുണ്ട്. ഇനി ഭാവിയിൽ ഒത്തിരി ഔട്ട്ലെറ്റുകൾ ഉണ്ടാകട്ടെ, അതുപോലെ തന്നെ ഒത്തിരി പേരിലേക്ക് ചെയ്യാവുന്ന ബ്രാൻഡ് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു.